ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകനും ഡൽഹിയിൽ എത്തിച്ചേർന്നു. അഭിഭാഷകരുമായി മകൻ കൂടിക്കാഴ്ച നടത്തി. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഈ വാദം കേൾക്കാനാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് ഇതിനകം തന്നെ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. ഡൽഹിയിലെത്തി അദ്ദേഹം അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല, കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസിന്റെ സമ്മർദ്ദ നീക്കമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഭിഭാഷകരെ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ചില ജാമ്യ ഹർജിയിൽ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അമ്മ സംഘടനയും WC തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരാതിക്കാരിയുടെ പരാതിയിൽ കഴമ്പില്ല. മാത്രമല്ല, ഏറെ വൈകിയാണ് ഈ ഒരു പരാതി ഉന്നയിക്കുന്നത്. അത്തരം ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ അവസാന മണിക്കൂറിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന്റെ അവസാന മണിക്കൂറുകളിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയമ നീക്കങ്ങൾ ഏത് നിലയിൽ വേണമെന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത്. എന്തായാലും അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ച ഏറെ നേരം നീണ്ടുവന്നു. ഇന്ന് വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നേരിട്ട് തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം അഭിഭാഷകരുമായി തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ താമസിക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമാണ് സിദ്ദിഖിനെ സംബന്ധിച്ച്. ഈ വാദം കേൾക്കാൻ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിലെത്തുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.